ഹായ്, ഞാൻ മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് 2 സൂപ്പർ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു പുളിശ്ശേരിയും കൂടി ഉണ്ടാക്കാന്ന്. നോക്കിയേ, നല്ല സൂപ്പർ നല്ലതായിട്ട് പഴുത്തതാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇനി ഈ മാങ്ങ നല്ലപോലെ ഒന്ന് വഴണ്ട് വരണേ. ഇതിലേക്ക് നമുക്ക് ശർക്കര ഇടാവേ. അത് പാനിയായിട്ട് വരണം. ഇത്രയാണ് ഞാൻ ശർക്കര ഇടുന്നത്. നല്ല മധുരം ആവശ്യമുള്ളവർക്ക് ഇതൊന്നും ഇനി വരണ്ട് വരണം. ഈ ശർക്കര വേണ്ടാത്തവർക്ക് ഷുഗർ ആണെങ്കിലും, അല്ലെങ്കിൽ വീട്ടിൽ ശർക്കര ഇപ്പൊ ഉണ്ടാക്കുമ്പോഴത്തേന് ഇല്ലെങ്കിൽ ഷുഗർ ആണെങ്കിൽ ഇടാവേ. ഇതിലേക്ക് നമുക്കിനി മുളകിടാം. ഞാനൊരു 3 മുളകാണ് ഇടുന്നത്. അതിന്റെ കൂടെ നമുക്ക് നെയ്യും കൂടെ ഒഴിക്കാം. ഒരു 2 സ്പൂൺ ഒഴിക്കാം. ഇതിനി വഴണ്ട് വരുന്നവരെ നമുക്ക് അടച്ചു വെക്കാവേ. മാങ്ങ റെഡിയാവുന്ന ആ ടൈമിൽ നമുക്ക് ഈ തേങ്ങ, മുളക്, മഞ്ഞപ്പൊടി, ജീരകവും പിന്നെ നമുക്ക് തൈരും കൂടെ ഇട്ട് അടിച്ചെടുക്കാവേ. നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേത് റെഡിയാകുമ്പോ അതിലേക്ക് വയ്ക്കാം. ഇപ്പൊ കുറുകിയിട്ടുണ്ട്. നമുക്കിനി തേങ്ങയും തൈരൊക്കെ മിക്സ് ആക്കി അത് നമുക്ക് ഇടാം. ഇത് നമുക്ക് ഒഴിക്കാവേ. ആവശ്യത്തിന് ഉപ്പിടാവേ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാവേ. നമ്മുടെ മാങ്ങ അത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നെയ്യ് ഒഴിക്കാവേ. നെയ്യ് ഒഴിച്ച് കടുക് താളിക്കാം. കടുകിടാവേ. നെക്സ്റ്റ് ഉലുവ, കരിയാപ്പില, അടുത്തത് മുളക്. നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കാവേ. നെക്സ്റ്റ് നമുക്ക് തൈര് ഒഴിക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അങ്ങോട്ട് ഒഴിക്കാവേ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചോറിന്റെ കൂടെ നല്ല ഒരു കോംബോ ആയിരിക്കും.